അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സീറ പഠനത്തിൻ്റെ 18ാമത്തെ ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കുറേ വാരി വലിച്ച് നമ്മൾ ഈ ചരിത്രം നീട്ടിക്കൊണ്ടു പോകാതെ കണ്ടൻറ്റുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. ഇന്ന് നമുക്ക് പറയാനുള്ളത് സവാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹായും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഖുറൈശി സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠയായ വനിതയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, അവരുടെ വിശുദ്ധിയും പവിത്രതയും കാരണം അവർ വതുസമ്മ അത്വാഹിറ, ത്വാഹിറ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവർ വിശാലമായ ബുദ്ധിയും ഉന്നത വംശപാരമ്പര്യവും സമ്പത്തും മാന്യതയും ഒക്കെ ഉള്ള ഒരു മഹാ വ്യക്തിത്വമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വിശ്വസ്തതയും ഉത്തമ സ്വഭാവ ഗുണങ്ങളും വ്യാപാരത്തിൽ അവരുടെ ആത്മാർത്ഥതയും എല്ലാം നേരിട്ട് മനസ്സിലായപ്പോൾ, അവർ സ്വന്തം മനസ്സിലാക്കിയപ്പോൾ, താൻ അന്വേഷിച്ചിരുന്ന എല്ലാ ഗുണവുമുള്ള ഒരു നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തിയതായി അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ തൻ്റെ സുഹൃത്തായ നഫീസ ബിൻത്ത് മുനിയ്യയെ, നഫീസത്ത ബിൻതി മുനയ്യ എന്ന് പറയുന്ന അവരുടെ സഹോദരിയെ, അവരുടെ സുഹൃത്തായ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അയച്ചു. അങ്ങനെ നഫീസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മുഹമ്മദ്, താങ്കൾ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് പ്രയാസം? വിവാഹം ഒരു കല്യാണം കഴിക്കല്ലേ എന്ന് അവർ വിവാഹാലോചന നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനു വേണ്ട സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. നഫീസ വീണ്ടും ചോദിച്ചു, സൗന്ദര്യവും സമ്പത്തും ഉന്നത വംശവും നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയെ ലഭിച്ചാൽ താങ്കൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മറുപടിയായി അവരോട് ചോദിച്ചു, ആരാണത്? നഫീസ പറഞ്ഞു, ഖദീജയാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശയത്തോട് ചോദിച്ചു, അതെങ്ങനെ സാധ്യമാകും? അത് നടക്കുമോ? നഫീസ മറുപടി നൽകി, അത് എൻ്റെ ജോലിയാണ്, എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്, ഞാൻ അത് ശരിയായിക്കോളാം എന്ന് പറഞ്ഞു. തുടർന്ന് ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ സമ്മതം അവരെ അറിയിച്ചു. അവരുടെ പിതാവ് മുമ്പേ മരിച്ചതിനാൽ വിവാഹ കാര്യങ്ങൾ അവരുടെ പിതൃ സഹോദരനായ അംർ ബിൻത്ത് അസദാണ് കൈകാര്യം ചെയ്തത്. അംർ ബിനു അസദാണ് അവരുടെ വിവാഹ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അബൂ താലിബിൻ്റെ വിവാഹ പ്രസംഗം, അന്ന് അബൂ താലിബാണ് വിവാഹം നടത്തി കൊടുത്തത്. വിവാഹ പ്രസംഗം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയ്യത്തി ഇബ്രാഹീം വസറഇ ഇസ്മാഈൽ വലിഇ മഅദിൻ വജഅലനാ ഹലനത ബൈതിഹി വസുവാസ ഹറമിഹി എന്നൊക്കെ പറഞ്ഞ് വിശദമായ ഒരു പ്രസംഗം അന്ന് അബ്ദുൽ മുത്തലിബ് നടത്തിയതായി, അബൂ താലിബ് നടത്തിയതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം തൻ്റെ പിതൃ സഹോദരന്മാരെ അറിയിക്കുകയും അവർ അതിൽ സന്തോഷിക്കുകയും ഖദീജ റളിയല്ലാഹു അൻഹയുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ വിവാഹാലോചനക്ക് പോവുകയും ചെയ്തു. അവിടെ അബൂ താലിബ് നടത്തിയ പ്രസംഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അബൂ താലിബ് വിശദമായൊരു പ്രസംഗം ചെയ്തു. ഞങ്ങളെ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം എന്നിവരുടെ സന്തതികളാക്കി, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തിൻ്റെ പരിപാലകരാക്കി, ഇങ്ങനെ കുറച്ച് നീണ്ട ഒരു പ്രസംഗമാണ്. അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്നൊക്കെ പറഞ്ഞ് സ്തുതികളൊക്കെ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുത്ത് ഒക്കെ ചെയ്തു. എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള ആരുമായും താരതമ്യം ചെയ്താലും സ്വഭാവത്തിലും മഹത്വത്തിലും ഒക്കെ ശ്രേഷ്ഠനാണ്. സമ്പത്ത് അവന് കുറവാണ്, എങ്കിലും സമ്പത്തൊക്കെ നശ്വരമല്ലേ? യഥാർത്ഥ സമ്പത്ത് മനുഷ്യൻ്റെ സ്വഭാവവും മഹത്വവുമാണ് എന്നൊക്കെ അടങ്ങിയ ഒരു നല്ല ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. തുടർന്ന് മഹർ നിശ്ചയിക്കുകയും വിവാഹം നടക്കുകയും ഒക്കെ ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യയാണ്.
ആദ്യ പത്നിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു വിവാഹം ചെയ്തിരുന്നില്ല. വിവാഹ സമയത്തെ അന്നത്തെ പ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 25 വയസ്സാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം അന്ന് 40 വയസ്സാണ്. മറ്റ് ചില അഭിപ്രായങ്ങളും ഗ്രന്ഥകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ചരിത്രങ്ങൾ പഠിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ.